Hey dear friends, welcome to our first camping trip. കാനഡയിൽ ടോട്ടൽ ഏകദേശം 1000-ൽ കൂടുതൽ പ്രൊവിൻഷ്യൽ പാർക്കുകളുണ്ട്. അതിൽ ഒൻറ്റാറിയോയിൽ മാത്രമായിട്ട് അറൗണ്ട് 300+ പ്രൊവിൻഷ്യൽ പാർക്കുകളാണുള്ളത്. അതിൽ ഓൾമോസ്റ്റ് 100-ൽ പ്ലസ് പ്രൊവിൻഷ്യൽ പാർക്കുകൾ ക്യാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2018-ലായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ക്യാമ്പിങ്. അതിനുശേഷം 2021 തൊട്ടിട്ട് കഴിഞ്ഞൊരു 3 ഇയേഴ്സോളം ഞാൻ ടോട്ടലി സമ്മറിൽ ഓൾമോസ്റ്റ് ഒത്തിരി ക്യാമ്പ് സൈറ്റുകൾ, ഒത്തിരി പ്രൊവിൻഷ്യൽ പാർക്കുകളിൽ പോയിട്ട് ഞാൻ ക്യാമ്പിങ് ചെയ്തായിരുന്നു. അതിൽ റാങ്ക് വൈസ്, അതായത് എൻ്റെ റാങ്കിങ്, നമ്മുടെ ഗൂഗിൾ റാങ്കിങ് അല്ലാതെ എൻ്റെ തന്നെ റാങ്കിങ്ങിൽ ഞാൻ 1 to 7 ക്യാമ്പ് സൈറ്റുകളിൽ പോകുന്നതാണ് എൻ്റെ അടുത്ത ട്രിപ്പ്. സോ ദിസ് ഇസ് റാങ്ക് നമ്പർ 3, കിൽബിയർ പാർക്ക് ഓഫ് മൈ ലിസ്റ്റ്. കിൽബിയർ പാർക്കിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഈ പ്രൊവിൻഷ്യൽ പാർക്ക് സറൗണ്ടഡ് ബൈ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഓഫ് ജോർജിയൻ ബേ. ഞാനിപ്പോൾ ബുക്ക് ചെയ്തേക്കുന്ന 332 എന്ന് പറയുന്നൊരു ക്യാമ്പ് സൈറ്റ്, അത് എൻ്റെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എൻ്റെ ഫേവററ്റ് ക്യാമ്പ് സൈറ്റാണ്. ആ ക്യാമ്പ് സൈറ്റ് തന്നെ എനിക്ക് ക്യാമ്പ് ചെയ്യാനാണ്. അതായത് നമ്മുടെ വെക്കേഷനൊക്കെ, നമ്മുടെ സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞ് വെക്കേഷൻ ടൈമിൽ നമ്മൾ ഓടി ഒരു റിലേറ്റീവിൻ്റെയൊക്കെ വീട്ടിൽ ചെല്ലുന്നത് പോലെയാണ് ഞാൻ ആ ക്യാമ്പ് സൈറ്റിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഫീല്. ആ ഒരു ട്രീ, പിന്നെ അവിടെ ഞാൻ എപ്പോൾ ചെല്ലുമ്പോഴും അവിടെ ഹാമോക്ക് ഞാൻ സെറ്റ് ചെയ്യുന്ന സ്ഥലം, പിന്നെ ഞാൻ ടെൻ്റ് അടിക്കുന്ന ഒരു സ്പോട്ട്, ലേക്കിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ക്യാമ്പ് സൈറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫിഷിങ് ചെയ്യാൻ പറ്റും, സ്വിമ്മിങ് ചെയ്യാൻ പറ്റും, കനൂയിങ്, കയാക്കിങ്, പാഡിൽ ബോർഡ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ നിന്ന്. പിന്നെ നേരെ ലേക്ക് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എപ്പോഴും വേവ്സ്, അങ്ങനെ പിന്നെ പാറകളുണ്ട് എൻ്റെ ക്യാമ്പ് സൈറ്റിൽ. സോ ഐ ആം റിയലി കണക്റ്റഡ് ടു ദാറ്റ് പർട്ടിക്കുലർ സ്പോട്ട്. ദ സ്പോട്ട് നമ്പർ ഈസ് 332. സോ ഇതൊക്കെയാണ് നമ്മുടെ കിൽബിയറിൻ്റെ ഇൻട്രോ സീൻ. ഇതാണ്. ഇനി നമുക്ക് ശരിക്കും നമ്മുടെ ടോട്ടൽ മാജിക് place, the Kilbir Provincial Park, നമ്മൾ totally gonna explore. I'm going to tell you one thing. Kilbir Provincial Park is one of the best spot in Ontario. സോ നമ്മളങ്ങനെ നമ്മുടെ 332 ബീവർ ഡാംസ് ക്യാമ്പിംഗ് ഏരിയയിലെ 332 ക്യാമ്പ് സൈറ്റിൽ നമ്മൾ എത്തിയേക്കാണ്. സോ ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ബീച്ചിൻ്റെ ഫുള്ള് വ്യൂ നമുക്കിവിടെ കിട്ടും. അത് പോരാത്തതിന് നമുക്കിവിടെ ഈ റോക്കൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ക്യാമ്പ് സൈറ്റ് ഏരിയ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി. ഇത് കണ്ടോ, നേരെ ബീച്ച് ആക്സസിലേക്ക് നേരെ പോകുന്നത് കണ്ടോ. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് സൺസെറ്റും സൺറൈസൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഇങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി നേരെ ചെല്ലുന്നത് ബീച്ചിലേക്കാണ്. അതാണ് ഈ ക്യാമ്പ് സൈറ്റ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ. എനിക്ക് ഈ ടെൻ്റ് അടിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ലേക്കിലേക്ക് ഫേസ് ചെയ്ത് ടെൻ്റ് അടിക്കാനാണ് എനിക്കിഷ്ടം. രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ടെൻ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എനിക്ക് ലേക്ക് വ്യൂ കണ്ട് എനിക്ക് അവിടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആ വ്യൂ ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഞാൻ ടെൻറ്റിലേക്ക് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ എപ്പോഴും എനിക്ക് ടെൻറ്റ് ഫേസിങ് ലേക്ക് വ്യൂവിലേക്കായിരിക്കണം. അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടെൻ്റ് അടിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ ഇവിടുത്തെ ഏരിയ ഒന്ന് മേക്ക് ഷുവർ ചെയ്യണം. കല്ലും ഇതേപോലത്തെ ഒന്നും തന്നെ താഴെ കിടക്കരുത്. ഇവിടെ അത്യാവശ്യം ഓക്കെയാണ്, നല്ലൊരു സൈറ്റാണ്. ഇവിടെ മുഴുവൻ മണ്ണാണ്, ബാക്കി ആ ഏരിയയും ഈ ഏരിയയൊക്കെ റോക്കാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ടെൻറ്റും ആ ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ കിച്ചണും സെറ്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ മാറി ടെൻറ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയൊക്കെ തുടങ്ങാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. കമോ. സൈറ്റിൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ പരിപാടി എന്താണെന്ന് അറിയാമോ? നേരെ ഇതേപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് അത് ഞാൻ ഇവിടുത്തെ പാർക്ക് ടേബിളൊക്കെ ജസ്റ്റ് അത്യാവശ്യം നല്ല കാറ്റാണ്, നല്ല വിൻഡി ആയതുകൊണ്ടാണ് ഞാൻ ഹുഡിയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ.
അപ്പോൾ കമോൺ. സോ കം ടു ദ പോയിൻറ്റ്. ഇതെൻ്റെ 2 ക്യാമ്പിംഗ് ചെയർസ്, ഇതെൻ്റെ ക്യാമ്പിംഗ് ടെൻറ്റ്, ഇതെൻ്റെ കിച്ചൺ ടെൻറ്റ്. ഇത് ജസ്റ്റ് ഒരു സൺസ്ക്രീൻ ഹൗസാണ്, പക്ഷേ ഐ യൂസ് ദിസ് ആസ് മൈ കിച്ചൺ ടെൻറ്റ്. ഇതെൻ്റെ 2 സ്റ്റോറേജുകളാട്ടോ. ഇതിനകത്ത് ഒരെണ്ണത്തിൽ എൻ്റെ കിച്ചൺ സ്റ്റഫ്സും ഇതിനകത്ത് എൻ്റെ ടെൻറ്റിൻ്റെ ബാക്കിയുള്ള ടൂൾസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത്. ഇങ്ങനെ സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ടു ടെൻറ്റ് സെറ്റപ്പ്. അപ്പോൾ ഇത് ഇലക്ട്രിക് ക്യാമ്പ് സൈറ്റാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഞാനെപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേബിള് നമ്മൾ എവിടെയാണോ ടെൻറ്റ് അടിക്കുന്നത് ആ ടെൻറ്റ് വരെ റീച്ച് ആകുമോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ചാർജിങ് ഔട്ട്ലെറ്റ് ഇതാ കാണുന്ന യെല്ലോ കളർ പോയിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമ്പ് സൈറ്റ് വരെ ഇവിടെയാണ് ഞാൻ ടെൻറ്റ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വരെ റീച്ച് ആകുമെന്ന് മേക്ക് ഷുവർ ചെയ്തു ഫസ്റ്റ്. ആൻഡ് ദ സെക്കൻഡ് തിങ്, നമ്മൾ ടെൻറ്റ് അടിക്കുന്നതിന് മുമ്പ് തന്നെ താഴെ ഒരു എന്താ പറയണേ, ഒരു ടർപ്പ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ടെൻറ്റ് അടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഹായ്. ഓ യെസ്. ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് എൻ്റെ ഹീറ്ററും ഫാനും കൂടിയുള്ള എൻ്റെ ഫാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതാ എൻ്റെ പവർ സ്റ്റേഷൻ, എൻ്റെ ചാർജിങ് കേബിൾസ് ആൻഡ് 2 സ്റ്റോറേജസ് ഹിയർ. ഇതാണ് എൻ്റെ പുറത്തേക്കുള്ള ഔട്ട് വ്യൂ. പിന്നെ അതിങ്ങനെ വന്ന് ഇതാണ് എൻ്റെ ടോട്ടൽ ക്യാമ്പ് സ്റ്റേ. ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കേട്ടോ.